Aliens. എന്ത് മൂടി പോയിച്ച് കിടക്കണ? ട്യൂഷന് പോണില്ലേ? ചെല്ല്, സമയായി. ഇതെന്ത് രണ്ടുപേർക്കും ഒരേപോലെ വയറുവേനയാ? ഉപ്പാവ് കഴിച്ചില്ലേ രണ്ടുപേരും? അതെന്താ അമ്മനെ വിളിക്കാഞ്ഞത് വയറുവേനയായിട്ട്? അമ്മയോട് തുണി കളിക്കുമല്ലായിരുന്നു. അതിനെന്താ വിളിക്കണ്ടേ എന്നെ? അമ്മ കേൾക്കൂലല്ലോ. എവിടെ വേന എടുക്കണ? അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് വരെ അവിടെ നടക്കണ്ടേ? എനിക്ക് ഇനി അവിടെ വരെ നടക്കാനൊന്നും പറ്റുന്നില്ല. നടക്കാൻ പറ്റുന്നില്ലേ? ഇവിടെ മരുന്നൊന്നും ഇരിപ്പില്ലല്ലോ. നിനക്ക് എവിടെ വേന എടുക്കുന്ന? ഗ്യാസ് കയറിയതായിരിക്കുവോ? മാമി എടുത്ത് പോയിട്ടേ അവിടെ എന്തെങ്കിലും മരുന്നുണ്ടോന്ന് ചോദിച്ചിട്ട് വരാം. നീ കിടന്നോ കുഞ്ഞ്? കുഞ്ഞൊന്ന് കിടന്നോ വേനിക്കുന്നുണ്ടെങ്കിൽ. ട്യൂഷന് പോവണ്ട കേട്ടോ. അമ്മ ഇപ്പൊ വരാവേ. വയറുവേദനയുടെ മരുന്നുണ്ട്. എന്താ എന്തുവാ ചേച്ചിക്ക് എന്ത് വേണ്ടു? വയറുവേദനയുടെ മരുന്ന്. ഞാനും അതിനു വേണ്ടി അങ്ങോട്ട് വന്നത്. ഇവിടെ ആർക്ക് വയറുവേദന? ഇവിടെ രണ്ടെണ്ണങ്ങള് വയറുവേദനയായിട്ട് മൂടി പോയിച്ച് കിടപ്പുണ്ട്. നല്ലൊരു സയ്യൂനോ? ചേച്ചിക്ക് എന്തിനാ? അവിടെ അവന്റെ കുണ്ടിയും കുത്തി കിടക്കുന്നു വയറുവേദന പറഞ്ഞ. ഞാൻ ഓർത്ത് ഇവന്മാർക്ക് എന്തെങ്കിലും രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരുന്നു. രാവിലെ ഉപ്പുമാവ് കഴിച്ചിനി അതിന്റെ എന്തെങ്കിലും വന്ന് വിചാരിച്ച്. അവനെന്ത് പറ്റി? പെട്ടെന്ന് വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞ കട്ടിലോട്ട് ചുരുണ്ടങ്ങ് കൂടി. മൂന്നിനും കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ താഴെ എന്തെങ്കിലും കളഞ്ഞു പോയോ നിനക്കൊക്കെ? മൂന്നും നിലത്തോട് നോക്കി ഇരിക്കുകയാണ്. നിനക്കെന്താടി? നിനക്കെന്താ അസുഖം? വയറുവേദന. നിനക്കെന്താടി? നിനക്കാടാ? എനിക്കും വയറുവേദന, ഭയങ്കര വയറുവേദന. നിനക്ക് പല്ലുവേദന ഇല്ലാന്നോടാ? ചേച്ചിക്കാണ് പല്ലുവേദന, എനിക്ക് ഭയങ്കര വയറുവേദന. നിനക്കായിരുന്നു പല്ലുവേദന? ഇത് എന്തൊരു കുരുത്തങ്ങളൊക്കെ. ഈ കൊടുത്ത് ശരിക്കും ആർക്കാ പല്ലുവേദന? അല്ല അല്ല, ചേച്ചിക്ക്. പ്ലാൻ ചെയ്തപ്പോ ആർക്കായിരുന്നു പല്ലുവേദന? ഒരു മൂന്ന് എഴുന്നേക്ക് നീ വന്നേ. അല്ല അല്ല എന്തിനു വേണ്ടിട്ട് വയറുവേദന വങ്കുരവന്റെ അല്ല ചേച്ചി ഇത് എന്തിനാ ചെയ്തെന്ന് അറിയണമല്ലോ. എന്തിനാടി നോണ പറഞ്ഞത്? ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ടെസ്റ്റ് പേപ്പറിനൊന്നും പഠിച്ചിട്ടില്ലേ? നിനക്ക് എന്ത് ഒരുങ്ങിക്കെട്ടി പോണുണ്ടല്ലോ നീ ഇവിടുന്ന് ട്യൂഷൻ എന്നും പറഞ്ഞോണ്ട്. നിനക്ക് എന്തായിരുന്നു? ഡാഡി വരട്ടേട്ടാ. അമ്മ നോക്ക്. അയ്യോ എന്റെ കൊച്ചുങ്ങളെ മുഖം വാടിയിരിക്കുന്നല്ലോ. എന്താ ഇത്? ചട്ടകം പഴിപ്പിച്ച് വെക്കണം. അതാണ് എന്റെ അമ്മയെ നോണയം പറഞ്ഞിരിക്കണ. മൂന്നിനും വയറുവേദന ഒരുപോലെ. ട്യൂഷന് പോകാതിരിക്കാനുള്ള അടവ്. ട്യൂഷന് വിട്ടമ്മേ. പിന്നെ ട്യൂഷൻ ഉണ്ട് എന്നവർക്ക് പഠിത്തമുണ്ടോ? ഇല്ലല്ലോ. ആരാണ് നിന്നൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഇതെന്തൊരു ചോദ്യം? നിങ്ങളെ കണ്ടായിരിക്കും പഠിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി നീ പള്ളിക്കുടിച്ച് പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. ആ വിശേഷം ഒന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. 8ാം ക്ലാസ് വരെ പഠിച്ചത്. പൊന്നെ ഇതേ സ്വഭാവമായിരുന്നു ഈ മക്കളുടെ. അതേ സ്വഭാവമായിരുന്നു. ഞാൻ തന്നെ എടി തൻകുടം പെൺകുടം എന്ന് പറഞ്ഞ ഇതാണ്. നിനക്ക് പള്ളിക്കുടത്ത് പോകുന്ന നേരത്ത് വയറ്റുവേദന, വയറിളക്കം, ഛർദില്, തലവേദന, ഇല്ലാത്ത അസുഖമൊന്നുമില്ല. വല്ല വിധത്തിലും വലിച്ചെടുത്തുകൊണ്ട് പള്ളിക്കുടത്തിൽ പോയാൽ വഴിനീളെ കീറ്റലാണ്. എവിടം വരെ കേൾക്കാം. തിരിച്ച് വീട്ടിൽ വരാനൊക്കെ കൂടെ ഇറങ്ങി ഓടും. പിന്നെ മൂന്നാല് സാറന്മാരും ഒന്ന് പിടിച്ചുകൊണ്ടിട്ട് തരണം. വീട്ടിൽ വന്നാലാ എനിക്ക് സ്വസ്ഥത ഇല്ലായിരുന്നു. അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ എഴുന്നേറ്റ് സപ്പോർട്ട് ചെയ്തതല്ല എടി. കൊച്ചുങ്ങളെ കളിച്ച് പഠിച്ച് വളരണമെന്നാ പറയുന്നത്. അപ്പൊ പഠിപ്പിന് മാത്രം നിങ്ങൾക്ക് കളി മാത്രമേ ഉള്ളൂ. പഠിക്കണം കേട്ടാ. അവര് പഠിക്കേണ്ട സമയത്ത് പഠിച്ചോളും, കളിക്കേണ്ട സമയത്ത് കളിച്ചോളും. അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. മക്കളെ എന്നാ ഒരു പോണില്ല. അമ്മയാണ് ഈ വളം വെച്ച് കൊടുക്കണേട്ടോ. അമ്മ ആയിക്കോട്ടെ. അങ്ങനെ അങ്ങ് വഷളായി അവര് നശിച്ചു പോണെങ്കിൽ എന്നെ നശിച്ചിട്ട് എന്റെ മക്കളെ ട്യൂഷന് പോണോന്ന്. എന്ത് ട്യൂഷന് പോണില്ല. വാ മക്കളെ വാ. അതിന് വരുന്ന തകരാറ് ഞാൻ മരിച്ചു. എന്റെ കൊച്ചുങ്ങളെ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. ഓ മതി, അത് മതി, അത് മതി. ഭയങ്കര പണിയാടേ. ഓ അല്ല അവിടെ ചെന്നപ്പോ 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് മൊത്തം 4 ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഫുള്ള് നൈറ്റ് ഞാൻ എന്ത് മേടിക്കാൻ പറഞ്ഞാലും എന്തെങ്കിലും ഒരെണ്ണം അവൻ മറക്കും. പച്ചമുളക് ഇഞ്ചി ചെയ്ത് വിടാ. പച്ചമുളക് ഇല്ല. പച്ചമുളക് വരുന്ന വണ്ടി കയറി ചതഞ്ഞതാണ് സത്യമായിട്ടും. ഞാൻ പണിയുന്നതിന് തൊട്ടപ്പുറത്ത് ഹോൾസെയിൽ പാണ്ടിക്കാരുടെ കടയാ.
ഇഞ്ചിയൊന്നും അവിടെ ഇല്ല. സവാളയും കിഴങ്ങും പച്ചത്തക്കാളി താണ്ട് വഴുതല ഇത് മാത്രമേ. ഇങ്ങനെ നിന്ന നിപ്പിൽ നീ എന്തിനാണ് ഇങ്ങനെ നുണ പറയണത്? പച്ചമുളക് ഇഞ്ചി ഇല്ലാത്ത പച്ചക്കറി കട ഉണ്ടാവോ? എന്റെ പെണ്ണുമ്പിള്ള അത് ഹോൾസെയിൽ ലൂസ് കൊടുക്കുന്ന കടയല്ലെന്ന്. ചെകുത്താനും അവര് ചാക്കുമ്പടിയെ നീ കൊടുക്കത്തുള്ളൂ. ഇതെല്ലാം എനിക്ക് സാമ്പിൾ നോക്കട്ടെ എന്ന് എടുത്ത് കവറിലിട്ട് മേടിച്ചാണ്. അതിപ്പോ ഞാൻ ലില്ലിപ്പെണ്ണോട് അവള് പൊന്നെ പോലെ മേടിച്ചോളൂ. വേണ്ട വേണ്ട, ഇരിക്ക്, ഉപ്മാവ് തരാം. എനിക്ക് വേണ്ട. ഞാൻ പൊറോട്ടയും വെറൈറ്റി മുട്ടക്കറിയും കഴിച്ചു. വെറൈറ്റി മുട്ടക്കറി അതെന്താണ്? മറ്റേ പ്രാവിട്ട മുട്ടയാ? 2 മഞ്ഞക്കരുള്ള മുട്ട. അവിടെ ഒരു ഗോപാലേട്ടന്റെ കട, ഈ യൂട്യൂബർമാരൊക്കെ വന്ന് ഭയങ്കര എടുക്കുന്നേ. 2 മഞ്ഞക്കരുള്ള മുട്ടയാണ് അവിടുത്തെ പ്രത്യേകത. മുട്ടക്കറി 2 അല്ല 4 ആയിരിക്കും. 4 കാര്യമായിട്ടെന്ന് ഞാനിതിങ്ങനെ മുറിച്ചപ്പോ 2 മഞ്ഞക്കറി. അവർ ഇത് എന്തോ സംഭവം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ പറഞ്ഞു അവിടെ തമിഴ്നാട്ടുകാരെ ഇന്ന് വണ്ടിക്കാരൻ കണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 1 മുട്ടയുടെ മേടിച്ചു. 2 മഞ്ഞക്കൊരു മുട്ട ചുമന്ന മുട്ട. ഇവനുണ്ടല്ലോ എന്ത് പറഞ്ഞാലും ഇല്ലേ ഇപ്പൊ തുടങ്ങിയേക്കണ അസുഖം ഒരു ഇച്ചിരി കേറ്റിയേ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും. എന്റെ 2 കുഞ്ഞുങ്ങളാണ്, ലൂർദ് മാതാവാണ് സത്യം. ഞാൻ കഴിച്ചതാണ്. നോണ പറയരുത്, പിള്ളേരെ പിടിച്ച്. ഓണം വരെയല്ലേ കുറച്ച് ബോണസ് ആയിട്ട് ഇങ്ങനെ കയറ്റി. എന്തിനിങ്ങനെ തള്ളുന്നത്? 2 മഞ്ഞക്കരു എവിടെയാടാ? 2 മഞ്ഞക്കരുവുള്ള മുട്ട എന്താ 2 മഞ്ഞക്കരു ഉണ്ടാവത്തില്ലേ? ഉണ്ടോ? ആ ഉണ്ട്. ഒരു മുട്ടയ്ക്ക് 1 മഞ്ഞക്കരു ഉണ്ടാവുള്ളൂ. 2 മഞ്ഞക്കരു ഉണ്ടോടാ? ഇതെന്തോ വികസിപ്പിച്ചെടുത്ത കോഴി 2 മഞ്ഞക്കരു. ഞാൻ പിന്നെ കോഴി മുട്ടയിടാൻ നേരത്തെ വികസിപ്പിച്ചെടുക്കുക 2 മഞ്ഞക്കരു. തങ്കം, ഇപ്പം ആലപ്പുഴ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു. അതായത് ഒരു കോഴി ഒരു ദിവസം 32 മുട്ടയിട്ട്. അത് സംഭവിച്ചു. അത് പക്ഷേ ടിവിയിൽ ഞാൻ കണ്ടതാ ഇങ്ങനെ മുട്ടയിടുന്നു. കോഴിക്ക് വല്ല അസുഖമായിരിക്കും. ഇല്ല ഞാൻ കേട്ടിട്ടില്ല. തർക്കം ഇല്ലിപ്പെണ്ണെ, ഞാൻ ഇന്ന് വർക്കിന് പോയ വർക്ക്ഷോപ്പിന്റെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് 2 മഞ്ഞക്കരുള്ള മുട്ടക്കറിയായിരുന്നു അവിടെ പൊറോട്ടയുടെ കൂടെ. ഞാൻ 2 എണ്ണം മേടിച്ചിട്ട് ഞാൻ കഴിച്ചു. അത് ഇവര് വിശ്വസിക്കുന്നത് ഞാൻ കള്ളത്തരം പറയാനാ പറയുന്നത്. മക്കൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ 2 മഞ്ഞക്കരുള്ള മുട്ടയെ കുറിച്ച്? എങ്ങനെ ഇരിക്കുന്നു? കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, ചിലപ്പോ കൊടങ്ങാവിളയില് മാത്രമുള്ള കോഴിയായിരിക്കും. മാത്രമല്ല എല്ലായിടും ഉണ്ട്. അല്ല, മറ്റേ ലൈറ്റ് വെച്ച് വിരിക്കുന്ന പൈസ കൂടുതൽ കൊടുക്കണം ആ മുട്ടയ്ക്ക്. സാധാ മുട്ടയുടെ പക്ഷെ നമ്മുടെ മറ്റേ മുട്ടേനെ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. 2 മഞ്ഞക്കരു ഞാൻ സത്യമായിട്ട് കണ്ടിട്ടില്ല. പറഞ്ഞു കാണുമായിരിക്കും. ഒന്ന് പോകലിച്ചോ. അവളും കണ്ടിട്ടുണ്ടെന്ന് പറയണെങ്കിൽ പിന്നെ ഞാൻ ഇരട്ടപ്പഴമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇരട്ടകള് പ്രസവിക്കുന്നു, 3 പേരെ പ്രസവിക്കുന്നു, 4 പേരെ പ്രസവിക്കുന്നു. എടാ പൊട്ടാ, എടാ അത് അബദ്ധത്തിലൊക്കെ സംഭവിക്കണതല്ലേ. അല്ലാതെ അത് ചിലപ്പോ കോഴി എന്തെങ്കിലും ഇപ്പൊ മുട്ട ഇടുമ്പോ വല്ല അംഗവൈകല്യം പോലെയൊക്കെ വരുന്നതായിരിക്കും. അല്ല ചേച്ചി, ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്. അന്നാ ഇത് തെളിയിക്കണം. മേടിക്ക് ചെല്ല്. എത്ര രൂപ പറ്റും? 1000 രൂപ പറ്റും. 1000 രൂപ. നീ 2 മഞ്ഞക്കരു വെറുതെ പറഞ്ഞ പോലെ 1000 രൂപ ബെറ്റ് വെക്കണം. വെള്ളം നിന്റെ ഉണ്ടല്ലോ 1000 കൊടുക്കാൻ, നിന്റെ ഉണ്ടല്ലോ 1000 കൊടുക്കാൻ. 1000 രൂപ ഞാൻ നിന്റെ കയ്യിൽ തരും. പക്ഷെ അതെന്റെ കണ്ണി കാണണം. കൺമുമ്പിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് 2 മഞ്ഞക്കുരു എന്റെ തങ്കങ്ങൾ ഇട്ട ഞാൻ കാണിച്ചിരിക്കും. കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപ നിന്റെ ഈ പോക്കറ്റ് വെച്ചാലും ഈ തല ഞാൻ മുട്ടയടിക്കും. അയ്യോ, അത് കൊള്ളാം. ധൈര്യമായിട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കും. ധൈര്യമായിട്ടേറ്റോ ക്ലീറ്റോന്റെ മുടി പോവില്ല. അങ്ങനെ ഒരു മുട്ട ലോകത്തില്ല. അബദ്ധത്തിലൊക്കെ ചിലപ്പോ കോഴി ഇടുമ്പോ 2 കരുവൊക്കെ ആയി പോവായിരിക്കും. അല്ലാതെ അങ്ങനെ മാത്രം ഇടുന്ന കോഴി നീ എന്റെ തല മുട്ട, എന്റെ തലയും വിട്. ബെറ്റ് എന്റെ തല ഞാൻ മുട്ടയിടും. ഉറപ്പാണല്ലോ. പിന്നെ നീ മീശ ഇത് ഞാനേറ്റു. കൊണ്ടുവരണം. കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ മഞ്ഞക്കരു കിടന്ന് ഇങ്ങനെ ഉത്താനം വെള്ളച്ചാട്ടം പോലെ ഒഴുക്കി ഞാൻ നീ ഒഴുക്കി കാണിക്കടാ. കാണിക്കും. 1000 രൂപയാണ് ബെറ്റ് വെച്ചേക്കണത്. ചേച്ചി 1000 രൂപ കൊടുത്തത് ഈ മുടിയുടെ കാര്യം പറയണ്ടായിരുന്നു. വാ, ഞാനിത് ഏറ്റെടുത്തിരിക്കും. ഓ എന്റെ ലില്ലി, നീ ഈ നുണയം പാറുവിന്റെ കൂടെ കൂടിയല്ലോ. നീ ഉണ്ട്. ഈ നാട്ടിൽ ആരോടെങ്കിലും നീ ചോദിച്ചു നോക്ക്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അവിടെ എവിടെയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അതല്ലേ നീ 2 മറ്റേ ഇതിനെടുത്ത് ഒരുമിച്ച് ജോയിന്റ് ചെയ്ത് കൊണ്ടുവരുമോ നീ അവിടെ? കാണിക്കും. അല്ല, പുഴുങ്ങിയ മുട്ടയെന്ന് പറയാ. ജീവനുള്ള മുട്ട വേണം. പച്ചമുട്ട. പച്ചമുട്ട തന്നെയാണോ? പച്ചമുട്ട ഉണ്ടെന്ന് പൊട്ടിക്കുമ്പോ അതിനുള്ളിൽ 2 മഞ്ഞക്കരു അത്രേ ഉള്ളൂ. 1000 രൂപ കിട്ടും. 750 1000 അങ്ങനെ നുണ പറഞ്ഞ് ജീവിക്കുക. 750 കൊടുക്കാം. നോട്ടക്കൂലി 250. നമ്മൾ രണ്ടുപേരും ഇത് വേണ്ടേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? പോ. എനിക്കതല്ല, ചേച്ചിയുടെ മുടിയുടെ കാര്യം ഓർത്തിട്ടാ. എന്റെ മുടിക്ക് ഒന്നും പറ്റൂല. അവന്റെ മുടി ഞാൻ എടുക്കും. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ട് മുടി പോയാലും കുഴപ്പമില്ല. ചേട്ടാ, ഈ
2 മഞ്ഞക്കരുള്ള മുട്ട ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്നറിയോ? കണ്ടിട്ടില്ല, അറിയത്തില്ല. എവിടെ പോണ? അയ്യോ, ഞാൻ വിളിച്ചത് നീ എന്താ ഫോൺ എടുക്കാന്? അയ്യോ, ഞാൻ കട്ടിലാണ് വിളിച്ചത്. എന്താ സാൾട്ടസേ, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കും. എന്ത് പറ്റിയാണ്? എടാ, ഞാൻ മറ്റേ പൈനാമുക്കിൽ വണ്ടിപ്പണിക്ക് പോയത് നിന്നെ വിളിച്ചില്ലേ, നിന്റെ അടുത്ത് ചോദിച്ചോ വരുന്നത്. അവിടെ കുറെ വണ്ടി ഉണ്ടായിരുന്നു. നൈറ്റ് ഫുള്ള് ഞാനും ചെയ്യുമ്പോഴെടുത്ത് വണ്ടിപ്പണിയും കയറി. അപ്പൊ ആ പണിഞ്ഞ തൊട്ടിപ്പുറത്ത് ഒരു കൊച്ചാട്ടന്റെ കടയിൽ കാപ്പി കുടിക്കാൻ കയറി. അത് പതിവുള്ളതാണല്ലോ. ദോശ മുട്ടക്കറിയും കഴിച്ചപ്പം 2 മഞ്ഞക്കരുവുള്ള മുട്ട. എത്ര മഞ്ഞക്കരു? 2 മഞ്ഞക്കരു. പോണ്ട, നിങ്ങൾ വല്ല കഞ്ചാവ് അടിച്ചിരിക്കണ നിങ്ങള്. ഇത് തന്നെ എല്ലാരും പറയുന്നത്. എടാ, 2 മഞ്ഞക്കരുവുള്ള മുട്ട ഉണ്ടെന്ന്. എവിടെ ഉണ്ടെന്ന്? എടാ ഉണ്ട്, അങ്ങനെ മുട്ടയുണ്ട്. മുട്ടയാ? അല്ല, കോഴി. എടാ, 2 മഞ്ഞക്കരുവുള്ള മുട്ട. അപ്പൊ എനിക്ക് സംശയം തോന്നി. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം തരാൻ പറഞ്ഞു. അത് തോന്നി. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു മുട്ടക്കാർ കൊണ്ടുവരുന്നത് അപൂർവമായിട്ട് ചിലപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അടിച്ചിട്ടില്ല, ഉള്ള കാര്യം പറയുന്നത്. ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങൻ ചേട്ടത്തിൽ കാര്യം പറഞ്ഞു. അവർ അമ്പിനും ബില്ലിനും അടുക്കത്തില്ല. അവർ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവത്തില്ല, അത് അപൂർവമായിട്ട് ഉണ്ടാവുന്നേ, അങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അവസാനം ബെറ്റ് വെച്ച് 1000 രൂപ. അങ്ങനെ മുട്ട കാണിക്കാൻ വേണ്ടി ഞാൻ ആ നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ പോയി ആ മുട്ട കൊണ്ടുവന്നത് അപ്പളെ തീർന്നു. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുമ്പോഴേ കിട്ടും. ഇവിടെടാ എടപ്പഴിഞ്ഞ് വാങ്ങോട് തിരുമല വഴുതക്കാട് സകലമാന കടകളിൽ കയറി ചില ആൾക്കാർ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ. അണ്ണ അത് കിട്ടൂലണ്ണ. എങ്ങനെ കിട്ടാനാണ്? ഇല്ലാത്ത സാധനം. എനിക്ക് തോന്നുന്നു കേട്ടാ, ആ ചീമ്പ നിങ്ങൾക്ക് കലക്ക് എന്തോ പണി നോക്കും. ഞാൻ കഴിച്ചതിൽ കൂടുതലല്ലോ, 1 അല്ല 2 എണ്ണം കഴിച്ചു. അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അവസാനം ആ മുട്ടയിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, എന്റെ മുടി 1000 രൂപ. ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട, നീ നമ്മളെ ആക്കാൻ നിൽക്കുക. ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചോണ്ട് കൊടുക്കും. അണ്ണ കിട്ടൂല. കിട്ടിയിട്ട് ഞാൻ ഫോട്ടോ വാട്സപ്പ് ഇട്ട് തരാം. അപ്പൊ നീ കണ്ടാ മതി. എന്റെ പണി. ഓഹോ, അണ്ണാ ഉള്ള കാര്യം പറയല്ല അണ്ണ, നിങ്ങളിന്ന് എടുക്കുന്ന ടിക്കറ്റ് ഒന്നും അടിക്കുന്നില്ലല്ലോ അണ്ണ. ഭാഗ്യദേവത കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അടിക്കും. നിങ്ങൾക്ക് നമുക്കിവിടെ ചെറിയ ചെറിയ പ്രൈസ് അല്ല, വലിയ പ്രൈസും അടിക്കുന്നുണ്ട്. അണ്ണാ ഇന്ന് അടിക്കുന്ന ഒരു ടിക്കറ്റ് അണ്ണ. ഒരു ഭാഗ്യം. ഈ നമ്പർ നിങ്ങൾക്ക് ലക്കാണ്. ഈ നമ്പർ അണ്ണാ, അണ്ണന്റെ വലിയൊരു സഹായം എനിക്ക് വേണം. പറ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്തിരിക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് എന്നെ ആക്കി ചിരിക്കരുത്. എന്താണ് അങ്ങനത്തെ കാര്യം? അത് കേൾക്കുമ്പോൾ ചിലവർക്ക് ചിരി വരും. കടക്കാർ മൊത്തം എന്നെ നോക്കി കളിയാക്കിയതാ. അത് ശരി. അണ്ണാ, എനിക്ക് 2 മഞ്ഞക്കരുവുള്ള മുട്ട വേണം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നാ? ഇടേ, ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. ഞാൻ ഭർത്താവേ, എവിടുന്ന്? നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്ത ചേച്ചിയുടെ വീട്ടിലെ കോഴി 2 മഞ്ഞക്കരുവുള്ള മുട്ടയാണ് ഇടുന്നത്. ആണോ? ഭയങ്കര സേലല്ലേ ചേച്ചി. ഇപ്പൊ എല്ലാം കൊണ്ടത് കടയിൽ കൊടുത്തു കാണും. അയ്യോ, അല്ല, നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് അത്യാവശ്യം. പക്ഷെ കാണത്തില്ല. നമുക്ക് അവിടെ ഭയങ്കര അങ്ങനെ മുട്ടാത്തർക്കം പറയും. എനിക്ക് ഒരെണ്ണമെങ്കിലും കിട്ടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ പൈസ നിർബന്ധമാണേ ബാപ്പു. അയ്യോ, ഇനി ഫോൺ എടുക്ക. ലിലിപ്പനെ, മുട്ട കിട്ടി. 2 മഞ്ഞക്കരുവുള്ള മുട്ട കിട്ടി. ഓ, ഒന്നും പറയണ്ട. കടകൾ കുറെ ഇറങ്ങി ഞാൻ എൻ്റെ ഊപ്പാട് വന്നു. അവസാനം നമ്മുടെ മുരളിയണ്ണനെ കണ്ടപ്പോൾ മുരളിയണ്ണൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2-3 മുട്ട കിട്ടി. 2 മഞ്ഞക്കരുവുള്ളേ. നീ തങ്കം ചേട്ടത്തി എടുത്ത് വിളിച്ചിട്ട് 1000 രൂപയും എടുത്തിട്ട് കത്രി എടുത്ത് വെച്ചോളാം പറ. പൈസ മേടിക്കും, നമ്മൾ മുടി മുട്ട അടിക്കും. താഴ്ത്തി ചെറുക്കൻ വന്നായിരുന്നെങ്കിൽ പൈസ അങ്ങോട്ട് ഏൽപ്പിക്കായിരുന്നു. പൈസ മാത്രം ഏൽപ്പിച്ചാ പോരാ, മുടി തലയും കൂടെ ഏൽപ്പിക്കണം. അയ്യോ, അപ്പൊ തന്നെ കൊടുക്കും. പിന്നെ ചേച്ചി പൈസ കൊടുത്ത് അത് സമ്മതിച്ചല്ലോ. ചേച്ചി എന്തിനാ ഈ മുടി വെട്ടണ കാര്യം പറഞ്ഞത്? എനിക്ക് എന്തോ കുറച്ചാളായിട്ട് മുടി അങ്ങ് മുറിച്ചു കളയുന്ന. ചേച്ചിയുടെ വിചാരം ഈ സാധനം ഇല്ലെന്നാണ്. ഉണ്ട് ഉണ്ട് ചേച്ചി. എനിക്കിപ്പോ അത് കണ്ട ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഞാൻ കൊടങ്ങാവിടെ പോയി നിൽക്കുന്ന സമയത്ത് കുഞ്ഞമ്മച്ചി എനിക്കിത് പുഴുങ്ങി തരുമായിരുന്നു. ആണല്ലേ? നമ്മുടെ സാധാരണ മുട്ട പോലെയല്ല, കുറച്ചും കൂടെ വലിപ്പമുണ്ട്. വലിപ്പം ഉണ്ടായിട്ട് കറക്റ്റ് മറ്റേ മഞ്ഞക്കരു 2 എണ്ണം ഉണ്ട്. മുട്ടയുടെ ഷേപ്പ് കട്ട പോലെയൊന്നും അല്ലല്ലോ ഇരിക്കണേ. കണ്ടോ കണ്ടോ കണ്ടോ? അതാ കാണാൻ വേണ്ടിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ വീടിന് ചുറ്റും ഓടരുത്. എന്തിന്? മുടി മുറിക്കാനാ? അതിന്റെ ഒരു ആവശ്യം. ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ കാണിച്ചു തരും. ചേച്ചിക്കൊരു കുഴപ്പമുണ്ട്, എല്ലാം കണ്ണി കണ്ടാലേ ചേച്ചി വിശ്വസിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ആ വഴി കൊടുങ്ങാവിളേക്ക് പോയി. ഒന്നുമില്ല 1000 രൂപ കയ്യിലുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ തിരിച്ചെനിക്ക് 1000 രൂപ തരണേ. അതൊക്കെ അല്ലെങ്കിൽ ഞാൻ തരും. നീയും നിന്റെ അച്ചാച്ചനും കൂടി തരണം.
നിങ്ങൾ രണ്ടുപേരോടും കൂടിയാണ് ഞാൻ ബെറ്റടിച്ചത്. വാ വാ ഓടി വാ. അയ്യോ എന്തേ കിട്ടിയ മുട്ട പൊട്ടിപ്പോയില്ല പെണ്ണ്. അയ്യോ പോയോ? തമാശല്ല, കൊടങ്ങാവളെ പൊന്നും കുരിശാണ് മുട്ട കിട്ടിയതാ. ഞാൻ തിരുമല പാങ്ങോട് ഇടപ്പഴിഞ്ഞ് എല്ലാ കടകളിലും കയറി, എങ്ങൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മുടെ മുരളിയണ്ണൻ പറഞ്ഞ മുരളിയണ്ണന്റെ കെയർ ഓഫിൽ ഒരു വീട്ടിൽ ഇതേപോലെ 2 മഞ്ഞക്കൊരു മുട്ടയിടുന്ന കോഴിയുണ്ടെന്ന്. അവിടെ പോയി ആകെ ഇരുന്ന 4 മുട്ട ഞാൻ മേടിച്ചോണ്ട് വന്നപ്പോ ഒരു പന്നപ്പട്ടി റോഡിട്ട് കാറിന്റെ ഡോർ തുറന്ന് ആ മുട്ട പൊത്തി മുട്ട നമ്പരമായി പോയി. അയ്യോ കാറിലിടിച്ച് മുട്ട പൊട്ടിപ്പോയോ? സത്യമായിട്ട് ഞാൻ ദേഷ്യത്തിന് അതെടുത്ത് കളയുന്ന ഇതിലായിരുന്നു കൊണ്ട് പൊട്ടിയത് ഓണെങ്കിലും കൊണ്ട് കാണിച്ചത്. എന്നാടാ പൈസ മേടിച്ചോ നീ? അല്ല, അത് ഞാൻ മുട്ട കൊണ്ടുവരും. ഇല്ല, നീ ഇത് മേടിക്ക്. ഞാൻ കൊണ്ടുവന്നിട്ട് കാണിക്കും. നാളെ ആവുമ്പോ കൊണ്ടുവരും. റൊണാൾഡോ പ്ലീസ്. എടി എന്തിനാടി എന്റെ മുടി വെട്ടടി പ്ലീസ്. ചേച്ചി അങ്ങനെയൊന്നും പറയുന്നത് വേണ്ട. ഞാൻ കൊണ്ടുവരും. കിട്ടുവോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കൊടങ്ങാവളയിലെ കോഴീനോട് മുട്ടയിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക്. കോഴിയോ? അല്ല, ഇവക്ക് കുഞ്ഞമ്മിച്ചി പണ്ട് അത്രക്ക് കളിയാക്കൊന്നും വേണ്ട. 2 ദിവസം ഇപ്പൊ കിട്ടും. നാളെ ഞാൻ കൊണ്ടുവരും. നാളെ കിട്ടും. നാളെ കിട്ടും. പൈസ മാറ്റി വെച്ചോ. ഇനി പൈസ മാറ്റാനൊന്നുമില്ല. 1000 രൂപ ഇങ്ങോട്ട് എടുക്ക്. ഇല്ല ഇല്ല തീർന്നില്ലല്ലോ, ഒറ്റ ദിവസം കൊണ്ട് കാണിക്കും. പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുട്ട. 24 മണിക്കൂർ മതി ഒരു ദിവസം. ശരി, 24 മണിക്കൂർ. അതായത് നാളെ ഈ സമയത്ത് മുട്ട കൈ കിട്ടണം. കിട്ടും. കിട്ടും. ഇല്ലെങ്കിൽ 1000 രൂപ ഈ മുടി. കേട്ടാ? എന്താ സത്യമായിട്ടും ആ ഡോർ വന്ന് തട്ടിപ്പൊട്ടി അമ്മ വണ്ടി വിട്ടു. ഇല്ലാതെ അവര് ഇടിച്ചാനെ. ഞാനെന്തിനാണോ വെറുതെ ഇതിന്റെ ഇടക്ക് നിന്നത്? കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്തോരം പറഞ്ഞു. റൊണാൾഡേ, ഒരു മുട്ട പുഴുങ്ങിയത് എടുക്കട്ടെ. നാളെ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും. കേട്ടല്ലോ? അപ്പൊ നിന്ന് കേട്ടോണം. വിട്ടടി, കേക്കാൻ കൊതിയാവുന്നു എനിക്ക്. വരുന്നോ? വാ. നീ ആ നെയ്യാറ്റിക്കരയുള്ള പള്ളിയുടെ പുറമുള്ള ഹോൾസെയിൽ മുട്ടക്കടയില്ലേ, അവിടെ ചെന്ന് ചോദിക്കണം 2 മഞ്ഞക്കരുള്ള മുട്ടയുണ്ട്. നീ എന്താ ചിരിക്കുന്നേ? എടാ കളിയാക്കാൻ പറഞ്ഞല്ലോ, ഉണ്ട്. ഞാൻ എൻ്റെ പേര് ഇവിടെ കൂരമ്പോൾ കേട്ടോണ്ടിരിക്കുക. വീണ്ടും നീ അവിടെ ചെന്നൊന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറ്റും, ഞാൻ വന്ന് മേടിച്ചോളാം. ഒരുത്തനും വിശ്വസിക്കുന്നില്ലല്ലോ. എന്ത് അമ്മേ മുട്ട വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ കാണാം കേട്ടോ. അതെ, 2 മഞ്ഞക്കുറി ഇല്ലാത്തെന്നും പറഞ്ഞു. പോ. അതുപോലെ തന്നെ പഴം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇരട്ടപ്പഴം. വന്നേക്കുന്നത് ഒരാവശ്യം പറഞ്ഞ് തള്ളടേന്ന് അടി മേടിച്ച് കരഞ്ഞാൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനേ കാണത്തുള്ളൂ. ബാക്കിയുള്ള ഒരു അപമാനം വന്നപ്പോൾ എല്ലാവരുടെ കൂരമ്പ കൊണ്ട് വന്നേക്കുന്നു കളിയാക്കാൻ. കണ്ട് ഇനി പോരും തീക്കല്ല് വാരി എൻ്റെ തലയിലോട്ടങ്ങ് വെക്കും. ഇരട്ടപ്പഴം. എടാ സാരമില്ല. ആരുമില്ലേ? മുട്ടയും വെള്ളക്കരുവും മഞ്ഞക്കരുവും ഒന്നും നീ മേടിക്കണ്ട. എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം? നമ്മുടെ റൊണാൾഡോ അല്ലേ കേട്ടാ, സാരമില്ല. ഇനി ഞാൻ കളിയാക്കൂല. നീ ചുമ്മാ ഇരിക്കുവാണോ? ആണെങ്കിൽ ഇതിനകത്ത് നിറച്ച് ഈ കുഞ്ഞു മുല്ലയില്ല, അരിമുല്ല, അതിന്റെ മുട്ട് കണ്ടോ? എടാ അതൊന്ന് പറിച്ചെടുക്കടാ. ഞാനൊരു സൂചി എന്ന് തരാം. അതൊരു മാല പോലെ ഇങ്ങനെ കോർക്കണം. എന്നിട്ട് എനിക്ക് ഈ മുടിയിൽ ഇങ്ങനെ വെക്കാൻ. ഈ മുടിയിൽ നിങ്ങൾ കൂടുതൽ കളിയാക്കണ്ട പെണ്ണുമ്പിള്ളേ. നാളെ ഒരു ദിവസം, അതെന്റെ ദിവസം. എവരി ഡോഗാസയുടെ 2 മഞ്ഞക്കരുള്ള മുട്ട കൊണ്ട് നിങ്ങൾക്ക് ബുൾസൈഡ് നിങ്ങളെ കൂടെ തീറ്റിച്ച് നിങ്ങളുടെ അതിൽ 1000 രൂപ ഞാൻ മേടിക്കും. മുട്ടിയും മുട്ട മേടിക്കും. നാളെ ഒരു ദിവസേ നിനക്കൊള്ളു കേട്ടാ. 1000 രൂപയും മുടിയും ഓർത്തോ? 6 പൈസ പോന്നെന്ന്. കിട്ടിയാ? അയ്യോ എന്റെ അമ്മേ, എന്തിനാ ചേച്ചാ ഓടി വന്നത്? അവരുടെ കളിയാക്കലല്ലാടെ മനസ്സിൽ കിടന്നിട്ട് പെട്ടെന്ന് കൊണ്ട് കാണിക്കാനുള്ള വെപ്രാളത്തിൽ കാലിന് പറ്റിയാ? എന്റെ പൊന്നെ, എന്താ ഇവിടെ പതക്കൊന്നും വെച്ചോട്ടത്? മുട്ട കൊണ്ടുവന്നായിരുന്നു. പൊട്ടി അത് ഓടിക്കരച്ച് വന്നു ചേച്ചി, ഇവിടെ തട്ടി വീണു. അയ്യോ പൊട്ടിപ്പോയാ? കഷ്ടായിപ്പോയി.
എന്തായാലും പൊട്ടിയതൊന്ന് കാണട്ടെ. കണ്ടോ കണ്ടോ വീണത് അവർക്ക് അറിയണ്ട, അവർക്ക് ഇപ്പോഴും കണ്ട എന്തുവാണ് എടുത്തു വെച്ചോ. ഓരോ മുട്ട ഇടുന്നത് നോക്കിയിരുന്ന കോഴിക്കോട്ട് ഇത് ചൂടോടെ പിടിച്ചോട്ട് വരും. ഷോ ആ കറക്റ്റ് 2 മഞ്ഞക്കരു പൊട്ടിയതാണെങ്കിൽ 2 മഞ്ഞക്കരു കൃത്യമായിട്ട് കാണാം. ആഹാ ദേ 1000 രൂപ ഇട്. 1000 രൂപയും മുടിയും. മുടി ആരുടെങ്കിലും ഒരാളുടെ തോന്നല്ലെങ്കിൽ ഇതൊന്നും ആയിരുന്നല്ലോ, പന്തം കുത്തി മുമ്പിലായിരുന്നല്ലോ നിന്റെ ഓട്ടം. കൊടു 1000 രൂപ എന്നിട്ട് നേരെ ബാർബർ ഷോപ്പിലോട്ട് വെക്കോ? അതോ ഞാൻ വെട്ടി തന്നോ? നിങ്ങളുടെ ഇഷ്ടം. 24 മണിക്കൂർ തന്നു. അത് വെറുതെ ആവേശം കാണിച്ചു. അത് ആവേശത്തിന്റെ ഒന്നുമല്ല, 24 മണിക്കൂറാണ് നീ പറഞ്ഞത്. പൊട്ടിയിട്ടില്ല. അയ്യോ അയ്യോ ആവേശം മൂത്ത് അതും കൂടെ ആയിരം രൂപ നിങ്ങൾ മുടിയും പോയി. രണ്ട് കുഞ്ഞുണ്ടെങ്കിലല്ലേ ഉള്ളൂ. 2 മഞ്ഞക്കൊരു കാണിക്കും. ഇത് കലങ്ങി പോകണ്ട, എല്ലാവരും ഇപ്പൊ കാണിച്ചാലേ. എത്ര വലിയ ഊർദ് മാതാവ് എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഒരു വെട്ടിലെങ്കിലും ഞാൻ ചെയ്തു. അത് മതി അത് മതി. ആദ്യം ഞാൻ മുട്ട കണ്ടേ. പൊട്ടിക്കട്ടെ പൊട്ടിയില്ലേ? പൊട്ടിക്കട്ടെ. കൺകുളിർക്കെ കാണാ കണ്ടോ? വിശ്വസിച്ചാ 7000 രൂപ. 1000 രൂപ എടുക്ക്. അച്ചാച്ചന് ഓടിപ്പോയി ബ്ലേഡ് വാങ്ങിച്ചിട്ട് വാ. ഇത് മുടി മുറിക്കണം. കുന്നി കറക്റ്റ് അല്ല. എന്തേ ഇത് കറക്റ്റ് ആണല്ലോ. ഇത് കറക്റ്റ് ആണല്ലോ. ഇത് ഒരെണ്ണം പൊട്ടാതെ ഒരെണ്ണം പൊട്ടി കിടപ്പുണ്ട്. കടൽ തിരമാരികളിൽ കപ്പൽ കിടക്കുന്ന പോലെ മഞ്ഞക്കരു വെള്ളക്കരുവിൽ പൊക്കി കിടക്കുന്നത് കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു. കൊടയാള കുടുംബത്തിനടുത്ത് കയറി ബെറ്റ് വെക്കല്ലേ തന്നെ ക്ലീറ്റസ്. പൈസ എടിയേച്ചി എടുത്തോണ്ട് വാ. കത്തി എടുത്തോണ്ട് ഞാൻ ഏട്ടന്റെ ഷേവിംഗ് സെറ്റ് ഉണ്ട്, അത് എടുത്തോണ്ട് വരാം. തങ്കളിച്ച് മുടി പോകും, തങ്കളിച്ച് മുടി പോകും. മുടി